മാർക്കറ്റ് ലാസ്റ്റ് മന്ത് ഓവറോൾ ഒരു വോളട്ടൈൽ മാർക്കറ്റ് ആയിരുന്നു. ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 21,400 ടു 22,300 റേഞ്ചിൽ ഏകദേശം ഒരു 900 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ആയിരുന്നു ലാസ്റ്റ് മന്ത് ഉണ്ടായിരുന്നത്. അതെ അതെ, ലാസ്റ്റ് മന്ത്ലി ചാർട്ട് നോക്കുന്ന ഒരു ഡോജി ക്യാനിലാണ് ലാസ്റ്റ് മന്ത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ക്യാപിറ്റലിൻ്റെ ഒരു 10 to 12% റിട്ടേൺ ആണ് ലാസ്റ്റ് മന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഏകദേശം ഒരു 7 lakhs നിയർലി 7 lakh റുപ്പീസാണ് ലാസ്റ്റ് മന്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതലും ഡെറിവേറ്റീവ്സിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ സെല്ലിംഗ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നോർമലി സ്ട്രാഡിലും സ്ട്രാങ്കിളാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ലാസ്റ്റ് മന്ത് വോളട്ടൈൽ ആയതുകൊണ്ട് തന്നെ സ്പ്രെഡ്സ് ചെയ്യുന്നത്, അതായത് കോൾ സ്പ്രെഡും പുട്ട് സ്പ്രെഡും ആണ് മെയിൻലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് മന്ത്. അതായത് കോൾ സ്പ്രെഡും പുട്ട് സ്പ്രെഡും, അതായത് രണ്ടും കൂടെ ഒരുമിച്ച് അയൺ കോണ്ടോർ ആയിരുന്നു ലാസ്റ്റ് മന്ത് കൂടുതലും. വീക്കിലി വൈസ് നോക്കുകയാണെങ്കിൽ കൂടുതലും കോൾ സ്പ്രെഡും പുട്ട് സ്പ്രെഡും തന്നെയായിരുന്നു വീക്കിലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെയിലി അല്ല, അതായത് വീക്കിലി ഹോൾഡിങ്സ് പോലെ, അതായത് ഒരു ഏകദേശം ഒരു തേഴ്സ്ഡേ പൊസിഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എക്സ്പയറി വെനസ്ഡേ ആണല്ലോ. അപ്പോൾ ആ ഒരു ടൈം ഒരു 3-4 ഡേയ്സ് ഹോൾഡ് ചെയ്ത് സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ എക്സ്പയറി ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു 2-3 ഡേയ്സ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എത്തി കഴിഞ്ഞാൽ മിക്കവാറും പൊസിഷൻസ് മുന്നേ ക്ലോസ് ചെയ്യാറുണ്ട്. അതെ അതെ, മീൻസ് നമ്മൾ ബ്രേക്ക് ഓൺ പോയിന്റ് കവർ ചെയ്യുകയാണെങ്കിൽ പുതിയ പൊസിഷൻസ് ആഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് പൊസിഷൻസ് ക്ലോസ് ചെയ്യാറുള്ളത് നോർമലി. അതെ അതെ, അതായത് നമുക്ക് ഇവിടെ കൺസോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓരോ വീക്കിലി എത്ര പ്രോഫിറ്റ്, അതുപോലെ തന്നെ മന്ത്ലി എത്ര പ്രോഫിറ്റ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. സോ വേണമെങ്കിൽ ഞാൻ അതിവിടെ കൺസോൾ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് കൺസോൾ പോയിട്ട് പി ആൻഡിൽ എത്ര ചെക്ക് ചെയ്യാം. സോ ഇവിടെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൺസോൾ ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് റിപ്പോർട്ട്സിൽ പി ആൻഡ് എൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഞാൻ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ പി ആൻഡ് എൽ റിയലൈസ്ഡ് പി ആൻഡ് എൽ സെലക്ട് ചെയ്യാം. അതുപോലെ ഡേറ്റ് റേഞ്ച് നമ്മൾ ലാസ്റ്റ് മന്തിലെ പി ആൻഡ് എൽ ആയതുകൊണ്ട് നമ്മൾ February 1 തൊട്ട് February 29 വരെ കൊടുത്തിട്ട് നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലാസ്റ്റ് മന്തിലെ പി ആൻഡ് എൽ എത്ര വന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഏകദേശം ഒരു 7,08,000 റുപ്പീസാണ് ലാസ്റ്റ് മന്തിൽ ജനറേറ്റ് ചെയ്തതിൽ. അതിൽ ഏകദേശം ഒരു 21,000 റുപ്പീസ് ടാക്സ് ആൻഡ് ചാർജ് പോയിട്ട് നെറ്റ് പി എൻ എൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 6,87,000 ആണ് ലാസ്റ്റ് മന്ത് ഇവിടെ പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മന്ത് നമുക്കിവിടെ 4 എക്സ്പയറി ആയിരുന്നു. 4 എക്സ്പയറി ഞാൻ പ്രോഫിറ്റബിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ വീക്കിൽ പ്രോഫിറ്റ് വേണമെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലെ പ്രോഫിറ്റ് എത്രയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഏകദേശം 6.87 lakhs ആണ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് വീക്ക് ആണെങ്കിൽ നമുക്കിവിടെ സെക്കൻഡ് വീക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് വീക്ക് ഏകദേശം ഒരു 1.81 lakh ആണ് സെക്കൻഡ് വീക്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തേർഡ് വീക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ തേർഡ് വീക്കിൽ ഏകദേശം 35,000, അതായത് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് തേർഡ് വീക്കിൽ പ്രോഫിറ്റ് കുറവായിരുന്നു. ഏകദേശം 30,000 രൂപയാണ് തേർഡ് വീക്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി ഫോർത്ത് വീക്കിലേക്ക് വരികയാണെങ്കിൽ ഫോർത്ത് വീക്കിൽ ഏകദേശം 1.97 lakh, ഏകദേശം ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്താണ് നാലാമത്തെ വീക്കിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 4 വീക്കിൽ, അതായത് 1 മന്തിൽ പി എൻ എൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ലാസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മന്തിൽ ഏകദേശം 7,08,000 റുപ്പീസാണ് നമുക്കിവിടെ 1 മന്തിൽ നമ്മൾ പി എൻ എൽ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെറ്റ് പി എൻ എൽ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ചാർജസ് ആൻഡ് ടാക്സ് നമുക്ക് 6.87 lakh ആണ് നമ്മൾ ലാസ്റ്റ് മന്തിലൂടെ ഏകദേശം ക്യാപിറ്റലിൻ്റെ ഒരു 10-12% ആണ് നമ്മളിവിടെ ലാസ്റ്റ് മന്തിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓൾറെഡി ഓൾ ടൈം ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു കറക്ഷനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഓൾ ടൈം ഹൈ ഒരു 22,500 നിയർലി മാർക്കറ്റ് പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തും ഒരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം ഈ 21,500 to 22,000 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കറക്ഷൻ നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും വരുന്ന മാസത്തിൽ. നമുക്ക് മോസ്റ്റ്ലി വോളറ്റൈലിറ്റി തുടരാൻ ചാൻസസ്, കാരണം ഈ മെയിൽ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ബേസിലാവാനാണ് കൂടുതൽ ചാൻസസ് ഇനി വരുന്ന ഒരു മാസം 2 മാസം.